ജിൻഡോ, ചരിത്രം ഒരു മഹാനദിയാണ്. ആ നദിയുടെ ഒഴുക്ക് ഇങ്ങനെ തുടരുന്നു. അതിൽ ചരിത്രത്തിന്റെ പോയകാല ഒഴുക്ക് നോക്കണ്ട. ഇന്ന് മുതൽ ജമാഅത്തെ ഇസ്ലാമി ഭീകരവാദികൾ, ഇന്നലെ മുതൽ ചിലപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും, ഇന്ന് മുതൽ ഭീകരവാദികൾ തോന്നുകൊണ്ട തീരുമാനിക്കുന്ന CPM അത്രേ ഉള്ളൂ അക്കാര്യത്തിൽ. ജിൻഡോ അല്ലെ SDPI? ഹാഷ്മി, ഇതിലൊരു 20 മിനിറ്റ് ആയിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈ കാക്കക്കുയിൽ സിനിമയിൽ കൊച്ചിൻ ഖനീഫയും ജഗദീഷും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണമുണ്ട്. ഇപ്പൊ താക്കോൽ എവിടെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഗതികെട്ട അവസ്ഥയിലാണ് CPMന്റെ സൈദ്ധാന്തികന്മാർ പോലും. ഈ അവസാനം ഒറ്റ വാക്കിൽ അദ്ദേഹം പറഞ്ഞാൽ മതിയായിരുന്നു, ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന് പറഞ്ഞെങ്കിൽ ഓക്കെയാണ്. അല്ലാതെ ജമാഅത്തെ ഇസ്ലാമി, SDPI അവരുടെ മതരാഷ്ട്രവാദം, അന്ന് CPMന് വോട്ട് ചെയ്തപ്പോൾ അവർ പഞ്ചാര പാലുമിട്ടായും അവർ പിന്നീട് UDFന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ മതരാഷ്ട്രവാദികളുമാകുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു കോമൺ സെൻസ് ഉള്ള ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ലോജിക്കാണോ? ഞാൻ ആ വിഷയം ഇടുകയാണ്. അത് ഇനി കൂടുതൽ പറഞ്ഞ് നമ്മൾ സമയം കളയണ്ടല്ലോ. ഇവിടെ എന്തുകൊണ്ടാണ് ഇന്നിപ്പോൾ VHPയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ പാലക്കാടുള്ള ഒരു സ്കൂളിൽ വന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ തടസ്സപ്പെടുത്തുകയും അലമ്പുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നു? അവരെ ഇങ്ങോട്ട് എത്തിക്കുന്നതിൽ കാരണഭൂതന്റെ സർക്കാരിന് വലിയ പിന്തുണ കൊടുക്കാൻ പറ്റി. അവരെ കേരളത്തിലേക്കും കൂടി വരുത്തിച്ചല്ലോ. ബാക്കി മുഴുവൻ സംസ്ഥാനങ്ങളിൽ അവർ പ്രവർത്തനങ്ങൾ നടത്തി കേരളത്തിലേക്കും കൂടി അവർക്ക് പരവതാനി വിരിക്കുന്നതിൽ പിണറായി വിജയന്റെ സർക്കാരിന്, ആഭ്യന്തര വകുപ്പിന് കൃത്യമായ റോളുണ്ട്. ഇവിടെ വയനാടുമായി ബന്ധപ്പെട്ട വിജയരാഘവൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പ്രിയങ്ക ഗാന്ധിയോടൊപ്പം നിന്നത് ന്യൂനപക്ഷ വർഗീയവാദികളാണ് എന്നാണല്ലോ പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, പൊതു തെരഞ്ഞെടുപ്പിൽ ആനി രാജയ്ക്ക് കിട്ടിയതിനേക്കാൾ 72,000 വോട്ട് സത്യൻ മുഖേരിക്ക് കുറവാണ്. അപ്പോൾ ആ 72,000 വോട്ട് ആനി രാജയ്ക്ക് കിട്ടിയത് ഈ പറഞ്ഞ വർഗീയവാദികളുടെ ആണോ, ന്യൂനപക്ഷ വർഗീയവാദികളുടെ വോട്ടായിരുന്നോ അപ്പോൾ ആനി രാജയ്ക്ക് കിട്ടിയത്? അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് നല്ല വോട്ടും ഈ പ്രിയങ്ക ഗാന്ധി കിട്ടുമ്പോൾ അത് വർഗീയവാദികളുടെ വോട്ടുമായി മാറുന്നത് എങ്ങനെയാണ്? സമാനമാണ് BJPക്കും. കെ സുരേന്ദ്രന് കിട്ടിയതിനേക്കാൾ 32,000 വോട്ട് കുറവാണ് BJPയുടെ സ്ഥാനാർത്ഥിക്ക് ബൈ ഇലക്ഷൻ വരുമ്പോൾ. അപ്പോൾ ആ വോട്ടും വർഗീയവാദികളുടെ വോട്ടാണോ? കോൺഗ്രസിനോ പ്രിയങ്ക ഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ വോട്ട് കിട്ടുമ്പോൾ അത് വർഗീയവാദികളുടെ വോട്ടും, BJPക്കും CPMനും അല്ലെങ്കിൽ CPIക്ക് വോട്ട് കിട്ടുമ്പോൾ അത് മതേതരവാദികളുടെ വോട്ടുമായിട്ട് മാറുന്നത് എന്ത് പൊളിറ്റിക്സ് ആണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇനി ഈ വിജയരാഘവൻ്റെ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ദിവസം കണ്ടതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇത് വിജയരാഘവൻ്റെ ഒറ്റപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് എല്ലാം നമുക്ക് മനസ്സിലായല്ലോ. കുഞ്ഞി കണ്ണനെ പോലുള്ള ആളുകൾ ഇതിനെ ന്യായീകരിക്കാൻ നടത്തുന്ന വലിയ പ്രയാസങ്ങളുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ ഹാഷ്മി ഇടപെട്ടതുകൊണ്ട് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങാനുള്ള കാരണം എന്താ? പിന്നെ VS അച്യുതാനന്ദൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് യോഗി ആദിത്യനാഥിനെ പോലുള്ള ആളുകൾ ഇന്നും എടുത്ത് ഉപയോഗിക്കുന്നു. അമിത്ഷായെ പോലുള്ള ആളുകൾ അത് ചൂണ്ടിക്കാണിക്കുന്നു. സംഘപരിവാർ കേന്ദ്രങ്ങൾക്ക് മുഴുവൻ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കേരളത്തിലെ ഈ വർഗീയ സംസ്ഥാനമാണ് ുള്ള രീതിയിൽ ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിങ്ങളെയും അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും താറടിക്കാനുള്ള വഴിമരുന്നിട്ട് കൊടുത്ത് VS അച്യുതാനന്ദനെ പോലുള്ള നേതാക്കന്മാരുടെ നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെന്റ് ആണ്. എളമരം കരീമിനെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ, വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഡൽഹിയിലെ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടുന്ന മലബാറിൽ നിന്നുള്ള കുട്ടികൾ കോപ്പി അടിച്ചാൽ ജയിക്കുന്നതെന്നൊക്കെ പറയുന്ന ആ നിരുത്തരവാദ പ്രസ്താവനകൾ അത് നോർത്ത് ഇന്ത്യയിലെ സംഘപരിവാറുകാർക്ക് എണ്ണ പകരുന്ന പരിപാടിയല്ലേ? ഇവിടെ CAA സമരവുമായി ബന്ധപ്പെട്ട് കലാപഹോനത്തിന് കേസെടുത്ത പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ്, പാലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേലിനെതിരെ സമരം ചെയ്ത ഒറ്റയാൾ സലീമിനെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്ത് തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ പോലീസാ. സമാനമായ സാഹചര്യമാണ് കേരളത്തിലെമ്പാടും നടന്നത്. ഇവർ UAPക്ക് എതിരാണെന്ന് പറയുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ UAPA കേസെടുത്തത്. ഈ സിമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാനായിക്കുളം കേസുണ്ടല്ലോ, സുപ്രീം കോടതി വെറുതെ വിട്ട കേസ്. ആ കേസിലെ പ്രതികളായിട്ടുള്ള ആ മനുഷ്യർ ഇന്നും വേട്ടയാടപ്പെടുകയല്ലേ? കളമശ്ശേരിയിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ആ പാവപ്പെട്ട മനുഷ്യരുടെ തലയിലേക്കല്ലേ കേസ് കൊണ്ടുപോയി വെക്കാനുള്ള ശ്രമം നടന്നത്? ആ കുറ്റവാളി സ്വയം ഏറ്റില്ലായിരുന്നെങ്കിൽ കളമശ്ശേരിയിലെ ആ യഹോവ സാക്ഷികളുടെ ബോംബ് സ്ഫോടനം പോലും ആ പാവപ്പെട്ട മനുഷ്യരുടെ തലയിൽ വെച്ച് കെട്ടുമായിരുന്നു. അപ്പൊ നിരന്തരം ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ CPMന്റെ ഭാഗത്തു നിന്ന്, ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് അറിഞ്ഞുകൊണ്ട് നടത്തുന്നു. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തുന്നത്. അമിത്ഷായുടെ പരിപാടി, യോഗി ആദിത്യനാഥിന്റെ പരിപാടി അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പ്രചരണങ്ങൾ കേരളത്തിൽ നടത്തുന്നത് CJPയുടെ നേതാക്കന്മാരായിട്ടുള്ള പിണറായി വിജയനും വിജയരാഘവനെ പോലുള്ള വിഷപ്പാമ്പുകളാണ്. ഇവരെ തിരിച്ചറിഞ്ഞ് നിലയ്ക്ക് നിർത്തേണ്ടതാണ് കേരളത്തിലെ മതേതര മനസ്സുള്ളവരുടെ രാഷ്ട്രീയ ബാധ്യത. ഇവിടെ PDP പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ PDP നല്ല പാർട്ടി, ജനാധിപത്യ പാർട്ടി. PDP ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചില്ലെങ്കിൽ അവർ മോശപ്പെട്ട പാർട്ടി. സമാനമാണ് SDPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും കാര്യത്തിൽ. ഇവർക്ക് പഞ്ചായത്തുകളിൽ തൊട്ട് മുനിസിപ്പാലിറ്റികൾ വരെ ഈ SDPയുമായി ബന്ധപ്പെട്ട് പങ്ക് കച്ചവടം നടത്തി ഭരണം പങ്കിടാം. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു നിലപാട് അവർ സ്വീകരിച്ചാൽ അവർ മോശപ്പെട്ട പാർട്ടിയും വർഗീയവാദികളും. എന്ത് നിലപാടാണ് CPMന്റെ സൈദ്ധാന്തികന്മാർക്ക് പറയാനുള്ളത്? പച്ച വർഗീയതയാണ് പറയുന്നത്. BJPക്ക് വേണ്ടിയിട്ട് BJPയേക്കാൾ നന്നായിട്ട് വർഗീയത പറയുന്ന നേതാക്കന്മാരായി CJPയുടെ നേതാക്കന്മാർ. വിജയരാഘവനെ തിരുത്താൻ വേണ്ടിയിട്ട് ആർജവമുള്ള ഒരു നേതാവ് CPMൽ അവശേഷിക്കുന്നുണ്ടോ? ഒരാളുമില്ല. കാരണം പിണറായി വിജയനേക്കാൾ വലിയ വർഗീയവാദി ആരാണെന്നുള്ള തർക്കമാണ് അവിടെ നടക്കുന്നത്. അല്ലാതെ വിജയരാഘവനെ തിരുത്തുന്നു എന്നൊന്നും കുഞ്ഞിക്കണ്ണ മാഷ് ഇത്ര സംസാരിക്കായിരുന്നല്ലോ. അല്ലെങ്കിൽ വിജയരാഘവൻ പറയുന്ന CPM നിലപാട് തന്നെയാണ് എന്നാണല്ലോ പറഞ്ഞത്. തിരുത്തിന്റെ കാര്യം എന്താണ്?